I know that you have many difficulties here. എനിക്കറിയാം ഇവിടെ നിങ്ങൾക്ക് ഒട്ടേറെ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. Drinking water is a problem. വെള്ളം, കുടിവെള്ളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ICG just informed me that there's a 12.5 kilometer road project here which is very urgently needed. IC ബാലകൃഷ്ണൻ MLA ഇവിടെ എന്നോട് സൂചിപ്പിക്കേണ്ട ഏകദേശം 12.5 കിലോമീറ്റർ റോഡിന്റെ ഒരു പ്രശ്നം, അത് ഏറ്റവും അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടത് ഒന്നാണ് എന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. And it has already been included in the central government list of roads, but he asked me and I will be happy to go and meet the minister and ask him to expedite it and do it as soon as possible. ആ പദ്ധതി ഇപ്പോൾ തന്നെ കേന്ദ്ര റോഡ് ഫണ്ടിന്റെ പദ്ധതിയിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ ഡൽഹിയിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഞാൻ ചെലുത്തുമെന്ന് പറയുകയാണ്. And I can see here surrounded by jungle. എനിക്ക് ഇവിടെ ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. How the problem of wild animals must be affecting your lives. തീർച്ചയായിട്ടും വന്യജീവികളുടെ പ്രശ്നം, ശല്യം നിങ്ങളെ വളരെ ഗുരുതരമായി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടാവും. I'm proud of my sisters for the agitation that they did some years ago. ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദവും സമരപരിപാടികളും എനിക്ക് വലിയ അഭിമാനമുണ്ട്. But it's sad that, as Sri I.C. Balakrishna also mentioned in his speech, the crash guard iron rope fencing which you have asked for, even though money has been sanctioned for it, it has still not been built. ഇവിടെ IC ബാലകൃഷ്ണൻ MLA അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അത് ക്രാഷ് ഗാർഡിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് സങ്കടമുണ്ടാക്കുന്ന ഒന്നാണ്. And I believe that there is a report which has suggested that they should make a hanging fence instead. ഇവിടെ അതിന് പകരം, ആ ക്രാഷ് ഗാർഡിന് പകരമായിട്ട് ഹാങ്ങിങ് ഫെൻസ്, തൂക്ക് വേലികൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു റിപ്പോർട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. I understand from what all of you said, and also from my visits to other tribal areas, that you are not happy with the hanging fence. ഇവിടെ പറഞ്ഞതനുസരിച്ചും ഞാൻ നേരത്തെ മറ്റ് പല ആദിവാസി ഉന്നതികളിൽ ചെന്ന് കണ്ടതനുസരിച്ചും അത് നിങ്ങളെ സംബന്ധിച്ചോളം സന്തോഷകരം അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. On my last visit here, I visited another habitation in another area of the Lok Sabha, and they had a elephant trench which had not been maintained. And there also, the men and women of the villages told me that it's of no use to them, because the trenches, when they are dug, are not maintained properly. So then the animals can easily cross over from one side to the other. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ലോക്സഭയിൽ തന്നെ, കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെയുള്ള മറ്റൊരു ആദിവാസി സമൂഹം താമസിക്കുന്ന ഒരു ഉന്നതിയിലും ഞാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആ ഉന്നതിയിൽ താമസിക്കുന്നവർ അവിടെ നിർമ്മിച്ചിരിക്കുന്ന കിടങ്ങുകൾ എന്നെ കാണിക്കുകയുണ്ടായി. പക്ഷെ ആ കിടങ്ങുകൾ മുഴുവൻ വളരെ വർഷങ്ങളായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രവർത്തികളും അത് നടത്താത്തതിന്റെ പേര് കൊണ്ട് ആനകൾക്ക് ഒക്കെ സുഖമായി കടന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. So they were showing me the trench and showing me how animals very easily cross from one side to the other. And they were also saying that with the hanging fence, other animals which are not as tall as elephants can easily cross. അവരെന്നെ ആ കിടങ്ങ് കാണിച്ച്, അത് നികന്നു പോയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണിച്ച് എങ്ങനെയാണ് ആനകൾക്ക് വളരെ സുഗമമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയുന്നത് എന്നെ കാണിച്ചു തന്നു. മാത്രമല്ല, ഈ ഹാങ്ങിങ് ഫെൻസുകൾ, തൂക്കുവേലികൾ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് അത്രമാത്രം വലിപ്പമില്ലാത്ത വന്യമൃഗങ്ങൾക്ക് അതിന് കീഴിലൂടെ എങ്ങനെയാണ് കടന്നു വരാൻ സാധിക്കുന്നത് എന്നുള്ളതും എന്നെ കാണിച്ചു തന്നിരുന്നു. So I understand why it's so important for you to have a more permanent structure. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഒരു വളരെ ദീർഘവീക്ഷണമുള്ള കുറെ നാളുകൾ നിലനിൽക്കുന്ന നല്ല ഒരു രീതി അതെങ്ങനെയാണ് അവലംബിക്കേണ്ടത്, അതിന്റെ ആവശ്യമുള്ളതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. Of course, these permanent structures cost a lot more money, which is why most of the time the government is reluctant to sanction them. തീർച്ചയായിട്ടും ഇത്രമാത്രം വലിയ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്, ഈ അതിനുവേണ്ടിയുള്ള ഭിത്തികൾ ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള പണച്ചെലവുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പല സർക്കാരുകളും അതിന് അധികം താല്പര്യമെടുക്കാത്തത്. But in your case, some money has already been sanctioned. പക്ഷെ നിങ്ങളുടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പണം ഇതിനു മുൻപ് തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. And so when I go back, I will write to the state government requesting them that your original demand
for the crash guard fence should be respected, and they should make that over here. അതുകൊണ്ട്